ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിവാദ ബില്ലുകൾ നിയമമാക്കാൻ ബി.ജെ.പി. പൗരത്വ നിയമം ഒരാഴ്ചയ്ക്കകമെന്ന് കേന്ദ്ര തുറമുഖ സഹമന്ത്രി ശന്തനു താക്കൂർ പറഞ്ഞു. ബംഗാളിലെ പൊതു സമ്മേളനത്തിലായിരുന്നു মন্ত্রীയുടെ വാക്കുകൾ. এবং সেটা আপনারা দেখবেন, আজকে সেই গ্যারান্টি এই মঞ্চ থেকে দিয়ে যাচ্ছি। সুকান্ত দা এসছেন মঞ্চে, আমি আমার বক্তব্য দীর্ঘায়িত করব না। বক্তব্য অনেক কিছু বলার ছিল, কিন্তু সময় অল্প আছে বলে আমি আমার বক্তব্য তাড়াতাড়ি শেষ করতে চাই। যারা ৭১-এর পরে ভারতবর্ষে এসেছেন, আমি শুধু সংক্ষেপে কতগুলো কথা বলে যাই। এই রাজ্য সরকারের মুখ্যমন্ত্রী বারবার বলছেন আপনাদের ভোটার কার্ড থাকলে, আধার কার্ড থাকলে আপনারা সকলে নাগরিক, আপনি ভোট দিতে পারছেন, ভোট দেওয়ার নাগরিক। কিন্তু এখানে শুনেছি কয়েক হাজার মানুষকে ভোটার অধিকার থেকে বঞ্চিত করা হয়েছে। মুখ্যমন্ত্রীকে জবাব দিতে হবে, এই মানুষরা কেন ভোটার অধিকার থেকে বঞ্চিত হচ্ছে, আধার কার্ড থাকলে অধিকার থেকে বঞ্চিত হওয়ার কারণটা কি? এরা সকলে মতুয়া সম্প্রদায়, এরা সকলে অন্যান্য ভারতীয় জনতা পার্টির সমর্থক, তাই এদের ভোটার কার্ড করে দেওয়া যাবে না। তাই তাহলে আপনি কেন বলে বেড়াচ্ছেন মানুষের কাছে যে যারাই এসছে তারাই নাগরিক? নাগরিক যদি হয় তাহলে পাসপোর্টের ইনকোয়ারিতে যখন ডিআইবির কাছে যাওয়া হচ্ছে, ডিআইবি কেন ৭১ সালের আগের দলিল চাইছে? সেই প্রশ্নের জবাব পুলিশ প্রশাসন দেবে। এটা সবচাইতে বড় কথা। তাহলে তো আমাদের ভোটার কার্ড, আধার কার্ড, রেশন কার্ড দেখে আমাদের পাসপোর্টের যে ভেরিফিকেশন সেটা করা উচিত। আমি বলে যাচ্ছি, এই সমস্ত জিনিস রাজ্য সরকার তার রাজনীতির জন্য করছে, কিন্তু বাস্তবে আমাদের যারা ৭১ সালের পরে এসেছি তাদের আমাদের সিটিজেনশিপ দরকার। সিটিজেনশিপ দরকার এই কারণে, ভবিষ্যৎ প্রজন্মকে সিকিউর করার জন্য, ভবিষ্যৎ প্রজন্ম যেন কখনো ভারতবর্ষ থেকে রোহিঙ্গাদের মতো বেরিয়ে না যায়, তার জন্যই বর্তমান বিজেপি সরকার কেন্দ্রে সিএ লাগু করেছে। সিএ লাগু করলে আর কোন সরকারের ক্ষমতা নেই আমাদেরকে যখন খুশি ঘাড় ধাক্কা দিয়ে দেশ থেকে। അതേസമയം യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് ബി.ജെ.പി. നേതാവ് കൂടിയായ നടൻ സുരേഷ് ഗോപി കണ്ണൂരിൽ പറഞ്ഞു. കേരയിൽ വരുമെന്ന് പറയുന്നത് പോലെയാകില്ല അത് എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ ഭാഗമായി കണ്ണൂരിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിലായിരുന്നു പ്രതികരണം. യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ്. അത് അടുത്ത ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ, അത് നടപ്പിലാക്കി എടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം? നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതല്ലേ? അത് സംഭവിച്ചിരിക്കും. മറ്റേ കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെ അല്ല, വന്നിരിക്കും. ഇനി ആരും കരുതണ്ട അതൊരു പ്രത്യേക വിഭാഗത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ്. ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി ആകാൻ പോകുന്നത് ആ വിഭാഗം തന്നെയാണ് എന്ന് ഉറപ്പിച്ച് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയും, കണ്ണൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പറയും. ആ വിഭാഗത്തിനാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം ഉണ്ടാവുന്നത്. അവിടെ പിന്നെ സ്ത്രീകൾക്കായി പോയി എന്നും പറഞ്ഞ് ഒരുത്തനും വന്നേക്കരുത് മുന്നോട്ട്. അതേസമയം ബി.ജെ.പി. നേതാക്കളുടെ വാക്കുകളേറെ വിവാദമാകാനിടയുള്ളത് എന്ന് കേരളത്തിലാണ്. വിഷയത്തിൽ ആദ്യ പ്രതികരണവുമായി മുസ്ലിം ലീഗ് രംഗത്ത് വന്നു. ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെങ്കിൽ ബി.ജെ.പി. വീണ്ടും അധികാരത്തിൽ വരേണ്ടേ എന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രതികരണം. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ശ്രമം എന്നും PMA സലാം പറഞ്ഞു. അവർക്ക് ഭൂരിപക്ഷം കിട്ടി ജയിച്ചു വരണ്ടേ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, അപ്പം നോക്കാം. അതുകൊണ്ടാണ് NDA മുന്നണിയെ പരാജയപ്പെടുത്തണം, ഒരുമിച്ച് നിൽക്കണം എന്ന് മുസ്ലിം ലീഗ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുകയാണ്, അവർക്ക് വോട്ട് നേടണം. അതിന് വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കണം. അതിന് വർഗീയത ആളിക്കത്തിക്കാൻ പറ്റുന്ന എല്ലാ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും നടത്തും. വർഗീയ കലാപങ്ങൾ വരെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ്. അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ബി.ജെ.പി. പോകും. അതിന്റെ ഉദാഹരണമാണ് ഇത്തരം പ്രസ്താവനകൾ. അതിന്റെ ഒക്കെ ലക്ഷ്യം തെരഞ്ഞെടുപ്പാണ്. ഈ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിക്കുക, പ്രക്ഷോഭം നടത്തുക, കുഴപ്പമുണ്ടാവുക. അങ്ങനെ രാജ്യത്ത് കലാപം ഉണ്ടാകുമ്പോൾ കൺസോളിഡേഷൻ, ജാതീയ വോട്ടുകളുടെ കൺസോളിഡേഷൻ ഉണ്ടാവും. അതാണ് ബി.ജെ.പി. ആഗ്രഹിക്കുന്നത്. ആ വലയിൽ വീഴാൻ ജനാധിപത്യ മതേതര വിശ്വാസികൾ തയ്യാറായാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ നിഷ്പ്രയാസം ഈ വർഗീയ ശക്തികളെ പരാജയപ്പെടുത്താൻ കഴിയും.
വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് മിഥുൻ MGയും ഒപ്പം CV അനുമോദുമാണ് ചേരുന്നത്. മിഥുൻ, BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആണ് ഏകീകൃത സിവിൽ കോഡും അതോടൊപ്പം തന്നെ പൗരത്വ നിയമവും. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നുവന്ന പശ്ചാത്തലമുണ്ട്. ഏകീകൃത സിവിൽ കോഡിന്റെ കരടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇവ രണ്ടും അതിവേഗം നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന് BJPയുടെ പ്രമുഖരായ രണ്ട് നേതാക്കൾ പറയുന്നു. അതിലൊന്ന് കേന്ദ്രമന്ത്രിയാണ്, മറ്റൊന്ന് MP ആയിരുന്ന സുരേഷ് ഗോപിയുമാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇവ രണ്ടും സജീവ ചർച്ചയാക്കുന്നതിലൂടെ എന്താണ് BJP ലക്ഷ്യം വെക്കുന്നത്? അഭിലാഷ്, നമുക്കറിയാം, അതായത് ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി 2019 പാർലമെന്റ് ഈ ഒരു നിയമം പാസ്സാക്കുന്നത്. അതിനുശേഷം പിന്നീട് വലിയ വിവാദങ്ങളും ഒപ്പം തന്നെ വലിയ പ്രതിഷേധങ്ങളും ഒക്കെ വലിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വലിയ സംയുക്ത പ്രക്ഷോഭങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്തായിരുന്നു. പക്ഷേ പിന്നീട് അത് നടപ്പിലാക്കുന്നതിന്റെ വേഗം കുറയുന്നത് നമ്മൾ കാണുകയും ചെയ്തു. പക്ഷേ അതിന്റെ ചില കാരണങ്ങൾ അതിന്റെ സാങ്കേതികത്വം തന്നെയായിരുന്നു. അതായത് ഇതിനുവേണ്ടി ഒരു സമിതി രൂപീകരിച്ചിരുന്നു. ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ചില ചട്ടങ്ങൾ പാലിക്കണം. ആ ചട്ടങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെ അന്ന് പാർലമെന്റ് ചുമതലപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ സമിതി ഈ ചട്ടങ്ങൾ തയ്യാറാക്കുന്നതിൽ കാലതാമസം എടുത്തുകൊണ്ടിരുന്നു. അതിന് കൂടുതൽ അവരുടെ സമിതിയുടെ കാലാവധി നീട്ടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുകയും ചെയ്തത്. അത്തരത്തിലുള്ള ഒരു സാങ്കേതികത്വം മാത്രമാണ് ഇത് നടപ്പിലാക്കാൻ വൈകിയെന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ അത് തന്നെയാണ് അവർ നടപ്പിലാക്കാൻ എത്രയും വൈകിയതെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞ നാളുകളൊക്കെയായി തന്നെ അത് നടപ്പിലാക്കുമെന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത് രണ്ടും BJPയുടെ പ്രകടന പത്രികയിൽ ഉള്ള കാര്യം തന്നെയാണ്. നമ്മൾ അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് പൗരത്വ ഭേദഗതി നിയമമാണ്. അത് കഴിഞ്ഞ ദിവസം ബംഗാളിൽ നടന്ന ഒരു പൊതുസമ്മേളനത്തിലാണ് കേന്ദ്രമന്ത്രി ശാന്തനു ഠാക്കൂർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദമായ കാര്യങ്ങൾ പറയുന്നത്. അതായത് മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ, അതായത് അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായി കഴിഞ്ഞു, അടുത്ത ഒരാഴ്ചയ്ക്കകം പൗരത്വ ഭേദഗതി നിയമം ബംഗാളിൽ മാത്രമല്ല രാജ്യം മുഴുവൻ നടപ്പാക്കുമെന്നാണ് ഈ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ ബംഗാളിൽ ഈ മാട്ടുവ സമുദായത്തിന് കൂടുതൽ മേൽക്കീഴുള്ള പ്രദേശത്താണ് ഈ ഒരു പൊതുസമ്മേളനം നടന്നത്. മാട്ടുവ സമുദായത്തിലുള്ളവർക്കൊക്കെ തന്നെ നേരത്തെ ഈ ഒരു CAA നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ കൂടുതൽ BJPക്ക് അവർ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നു. അത്തരത്തിൽ ബംഗാളിൽ ഊന്നിയുള്ള ഒരു നിയമം, അല്ലെങ്കിൽ ബംഗാളിൽ മാത്രം ഈ നിയമം നടപ്പിലാക്കാനല്ല, രാജ്യം മുഴുവൻ നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന് കേന്ദ്രമന്ത്രി പറയുമ്പോൾ പോലും തന്നെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ മുതിർന്ന BJP നേതാക്കൾ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയം. പക്ഷേ കഴിഞ്ഞ വർഷം, അതായത് 2023 ഡിസംബർ 27 ഇതേ പശ്ചിമ ബംഗാളിൽ നടന്ന പൊതുസമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതായത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കാത്തത്. അത് ഉടനടി തന്നെ നടപ്പിലാക്കുകയും ചെയ്യും. അത്തരത്തിൽ അതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോയിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ രണ്ട് നിയമങ്ങളും, അല്ലെങ്കിൽ വിവാദമായിട്ട് ഏതൊക്കെ ബില്ലുകൾ BJP മുന്നോട്ട് വെച്ചിട്ടുണ്ടോ അതൊക്കെ തന്നെ നടപ്പിലാക്കാൻ ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് കേന്ദ്ര നേതൃത്വം എത്തുന്നതെന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ കിഴക്കൻ സംസ്ഥാനങ്ങൾ, അസം അടക്കമുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ BJPക്ക് മേൽക്കുള്ള സംസ്ഥാനങ്ങൾ തന്നെയാണ്. അവിടെ വലിയ എതിർപ്പ് ഈ CAA-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് തന്നെയാണ് BJPക്ക് വെല്ലുവിളിയായി നിൽക്കുന്നത്. അതിൽ ഏത് തരത്തിലായിരിക്കും അവർ ഈ ഒരു നിയമം നടപ്പിലാക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തിൽ വിട്ടുവീഴ്ച നൽകിക്കൊണ്ട് സംസ്ഥാനത്തിൽ രണ്ട് നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണോ BJP ചെയ്യുക എന്ന് തന്നെയാണ് നമുക്കിനി അറിയേണ്ടത്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. റൈറ്റ്, അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, ഈ വിഷയത്തിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ള സംസ്ഥാനമാണ് നിലവിൽ കേരളം. കേരളവും പശ്ചിമ ബംഗാളും പഞ്ചാബും അടക്കമുള്ള സംസ്ഥാനങ്ങൾ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് വലിയ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെയാണ് സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള പ്രതികരണം. അത് സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞത് കേരളയിൽ പോലെയാകില്ല, സിവിൽ കോഡ് നിലവിൽ വരിക തന്നെ ചെയ്യും എന്നാണ്. ലീഗ് ഈ പ്രതികരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അഭിലാഷ്, ഇന്ന് രാവിലെയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഇക്കാര്യത്തിൽ ലീഗിന്റെ നിലപാട് വ്യക്തമാക്കിയത്.
അദ്ദേഹം ആദ്യം പറഞ്ഞത് അങ്ങനെ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെങ്കിൽ ആദ്യം BJP സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണമെന്നാണ്. അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. BJP സർക്കാർ അധികാരത്തിൽ വരില്ല. രണ്ടാമതായിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നതും അതുമായി ബന്ധപ്പെട്ട് ധ്രുവീകരണം സൃഷ്ടിക്കാൻ ശ്രമം നടത്തുന്നതും BJPയുടെ ഒരു ശൈലിയാണ്. അത്തരത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുകയും അത്തരം അജണ്ടകളിൽ മറ്റുള്ളവർ പ്രതികരിക്കുകയും അത് പിന്നീട് BJPക്ക് ഗുണമാക്കി ഒരു വർഗീയ സാഹചര്യം സൃഷ്ടിക്കുകയുമാണ് BJPയുടെ ശൈലി. അതിനെന്താണെങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണി നിന്നു കൊടുക്കുകയില്ല. ഇത്തരം വിവാദങ്ങളെ അതിനുള്ള അതായത് വർഗീയത സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത്. അതിൽ കരുതി തന്നെയായിരിക്കും മുന്നണി മുന്നോട്ട് പോവുക എന്നാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായമായിട്ട് PMA സലാം വിശദീകരിച്ചത്. നമുക്കറിയാം ഈ ഒരു വിഷയങ്ങളിലൊക്കെ ഏറ്റവും സജീവമായിട്ട് കേരളത്തിൽ ഇടപെടുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ ഇത്തരത്തിലുള്ള അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ ലീഗ് കരുതലോടെ തന്നെയാകും പ്രതികരിക്കുക, മുന്നോട്ട് പോവുക എന്ന് തന്നെ വേണം കരുതാൻ.